ഉത്സവപ്പറമ്പുകളിൽ ആന ഇടഞ്ഞുള്ള അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ട്. ആനകളെ അടുത്തറിയാവുന്ന, ആനകളുടെ സ്വഭാവം അറിയാവുന്ന ഒരു കൂട്ടം ആളുകൾ. അത്തരത്തിലുള്ള നിരവധി സ്ക്വാഡുകളാണ് കേരളത്തിലുടനീളം പ്രവർത്തിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ക്വാഡാണ് കുന്നംകുളത്തെ എലിഫന്റ് സ്ക്വാഡ്. കേരളത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എലിഫന്റ് സ്ക്വാഡുകളിലൊന്നാണ് കുന്നംകുളത്തേത്. 50 വർഷത്തിലേറെ ആനകളെ അടുത്തറിയുകയും ചികിത്സ നടത്തുകയും ചെയ്തിരുന്ന ആറന്മുള മോഹൻദാസാണ് കുന്നംകുളം എലിഫന്റ് സ്ക്വാഡിൽ പ്രധാനി. നമുക്കറിയാം, കേരളത്തിലിപ്പോൾ ദിനം പ്രതി എന്ന വിധം ആനകൾ ഇടഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്ന, പൂരപ്പറമ്പുകളിൽ ആനകൾ ഇടഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഇതിന് കാരണമെന്ന് പറയുന്നത്, പൂരപ്പറമ്പിൽ തന്നെ ആനകൾ എത്തുമ്പോൾ ജനങ്ങൾ അമിതമായി ആവേശം കാണിച്ച് ആനകളെ പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള പല വിധത്തിലുള്ള കാര്യങ്ങളാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അവിടെ ഭയങ്കര ശക്ത കോലാഹലങ്ങൾ, അതുപോലെ ആനകളുടെ അടുത്ത് വളരെ അടുത്തേക്ക് കയറി വന്ന് കൊമ്പെ പിടിക്കാൻ വരിക, മുന്നിൽ നിന്നിട്ട് ആർപ്പ് വിളിക്കുക, അങ്ങനെ ആനകളെ ശല്യം ചെയ്യുന്ന രീതിയിലുള്ള നിരന്തരം നമ്മളെത്ര അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചാലും അവർ നമ്മുടെ നേരെ തട്ടിക്കയറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. എലിഫന്റ് സ്ക്വാഡ് എന്നുള്ള നിലയ്ക്ക് ആനകൾ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതുവരെ അതിൻ്റെ വട്ടവിട്ട് നിന്നിരുന്ന ആൾക്കാർ ആനകൾ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടനെ ഓടി മാറും. പിന്നെ ഞങ്ങളുടെ ഊഴമായി എലിഫന്റ് സ്ക്വാഡ് അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ടാവും. എലിഫന്റ് സ്ക്വാഡ് വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അതിനെ ജനങ്ങൾക്ക് അപകടം ഉണ്ടാവാത്ത രീതിയിൽ, നാശനഷ്ടങ്ങൾ വരുത്താത്ത രീതിയിൽ എത്രയും പെട്ടെന്ന് പിടിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ദൗത്യം. ആന വിരണ്ടു കഴിഞ്ഞാൽ ആളുകളുടെ സാന്നിധ്യം ഏറെ അസ്വസ്ഥപ്പെടുത്തും. അതിനെയെല്ലാം മറികടന്നാണ് ക്യാച്ചർ ബെൽറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇടഞ്ഞു നിൽക്കുന്ന ആനകളെ തളയ്ക്കുക. പ്രത്യേകം കയറുകൾ, ഹുക്കുകൾ, ഈ പാതാളകരണ്ടി പോലുള്ള സാധനങ്ങൾ, ഇതൊക്കെയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. പിന്നെ എലിഫന്റ് ക്യാച്ചർ ബെൽറ്റ് എന്ന് പറയുന്ന ഒരു ഉപകരണമുണ്ട്. അത് വല്ലാതെ വയലൻ്റ് ആവുകയാണെന്ന് വെച്ചാൽ അതിട്ടാണ് ഞങ്ങൾ പിടിച്ചു നിർത്തുന്നത്. അത് സാധാരണഗതിയിൽ ചങ്ങലമേൽ ഹുക്ക് കൊളുത്തിയിട്ട് അതിൻ്റെ കയർ എവിടെയെങ്കിലും കെട്ടി ബന്ധോസാക്കി ആനയെ അനുനയിപ്പിച്ച് കൊണ്ടുവരും. അതല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിൻകാലുകളിൽ ഇടയാട്ടം എന്ന് പറയുന്നൊരു സംഭവം ചങ്ങല കൊണ്ട് വെച്ചിട്ടുണ്ടാവും. വലിയ സ്പീഡിൽ ഓടാതിരിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നതാണെങ്കിൽ പോലും നമുക്ക് അത് ഉപകാരപ്രദമാണ്. ഈ പാതാളകരണ്ടി പോലുള്ള സാധനം കയറി കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ അതവിടെ ലോക്കാവും. അങ്ങനെ ഒരു സാധനം ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് പിടിക്കാൻ പറ്റില്ല. ആന ഫുൾ ഫ്രീ ആയിരിക്കും. അപ്പോൾ അതൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടാണ് ഈ ഇടയാട്ടം വെക്കാൻ പറയുന്നത്. അപ്പോൾ ആന വളരെ മെല്ലെ പോകുള്ളൂ, അതിൻ്റെ ഉള്ളിലിട്ടിട്ട് നമുക്ക് പിടിക്കാൻ പറ്റും. അത് അതിലും നിൽക്കണില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ, ഹുക്ക് അടിച്ചിട്ടും നിൽക്കണില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എലിഫന്റ് ക്യാച്ചർ ബെൽറ്റ് എന്ന് പറയുന്ന ഉപകരണം ഞാൻ കണ്ടുപിടിച്ച ഉപകരണമാണ്. 26 വർഷം കഴിഞ്ഞു അത് ഉപയോഗിച്ചിട്ട് 500-നടുത്ത് ആനകളെ ഞാൻ തളച്ചിട്ടുണ്ട്. ആന ഇടഞ്ഞുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നവരാണ് എലിഫന്റ് സ്ക്വാഡ് അംഗങ്ങൾ. പാപ്പാന്മാർക്ക് പോലും തളയ്ക്കാൻ കഴിയാത്ത ആനകളെയാണ് ഇവർ കൂച്ചുവിലങ്ങിട്ട് നിർത്തുന്നത്. ഇതുമൂലം നിരവധി ജീവനുകളാണ് രക്ഷിക്കുക. മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.